പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ പൗർണമി ദിവസമാണ് ഇന്ന്. തിരുവണ്ണാമല ഗിരിവലം വയ്ക്കുന്ന ഒരു രംഗമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഷോർട്ട് വീഡിയോ ആണ്. അത് ഓരോ ഘട്ടത്തിലും കാണിക്കാം, ഓരോ പ്രത്യേകതകൾ കാണിക്കാം. ഈ അത്ഭുതകരമായ ലക്ഷങ്ങളാണ് ഇവിടെയുള്ളത്. അത് എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? രാവിലെ ആകുമ്പോഴേക്കും കുറേ ആൾക്കാർ പോകും, പിന്നെയും ചുറ്റിക്കൊണ്ടിരിക്കും. കാരണം ഇന്ന് രാത്രി മുഴുവനും ഗിരിവലം തന്നെയാണ്, പൗർണമിയുണ്ട്. ഇതൊരു മഹാത്ഭുതമാണ്. ഈ കാഴ്ച നിങ്ങൾക്ക് കാണിക്കുവാൻ കഴിയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ ദിവസം ഇവിടെ എത്തിച്ചേരുവാനും ഈ കാഴ്ച നിങ്ങളെ കാണിക്കുവാനും കഴിഞ്ഞതിൽ ഞാൻ അതിയായ സന്തോഷവാനാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. മുഴുവനായി ഇപ്പോൾ ട്രാഫിക്കെല്ലാം നിർത്തിവെച്ചിട്ടുള്ളത്. വെറും മനുഷ്യർ മാത്രമേ ഉള്ളൂ ഈ കാൽനട യാത്ര. ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ രാവിലെ ആകുമ്പോഴേക്കും ഇവരൊക്കെ കുറേ ആൾക്കാർ പോകും. ഈ ചുറ്റിക്കഴിഞ്ഞ ഉടനെ യാത്ര തിരിക്കും. പക്ഷേ ഇതിങ്ങനെ തുടർന്ന് വന്നുകൊണ്ടേയിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ റോഡ് മുഴുവൻ ഈ 14 കിലോമീറ്ററാണ്. അങ്ങനെ ക്ഷേത്രത്തിലെത്തി അരുണാചല ശിവക്ഷേത്രത്തിൽ നമസ്കരിച്ചുകൊണ്ട് അവർ തിരിഞ്ഞു പോകും. പിന്നെ അടുത്ത പൗർണമി. ഇതൊരു യജ്ഞം പോലെയാണ്. വന്നവർ തന്നെ വന്നുകൊണ്ടിരിക്കും. എന്തോ ഒരു സുഖാനുഭൂതി ഇതിലുണ്ടായിരിക്കും. അല്ലാതെ വെറുതെ ആരും ഒന്നും ചെയ്യില്ലല്ലോ. ഒരു ടെൻഷൻ റിലീഫിനും ഒരു നടത്തം, ഒരു സുഖകരമായ ഭക്തിയോടുകൂടി. അത് രമണ മഹർഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു. രേണു കാൽഭാഗേ ആയിട്ടുള്ളൂ. ഇനിയും ധാരാളം സമയം ചുറ്റണം. 14 കിലോമീറ്ററല്ലേ. ജന ഈ തിരക്കുകൊണ്ട് അധികം വേഗത്തിൽ നടക്കാനും പറ്റില്ല. ലക്ഷങ്ങളാണ് ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അപൂർവ കാഴ്ചകളെ നമുക്ക് കാണാം. പൗർണമി, ചന്ദ്രൻ ഇപ്പോൾ ആകാശത്തിൽ പ്രത്യക്ഷപ്പെടും. പൗർണമി കാണിക്കാം. മുന്നോട്ട് നീങ്ങാം നമുക്ക്. ദീം ദൂം ദന ദീം ദന ദീം ദൂം ദന ദീം ദന ദീം ദൂം ദന ദീം ദൂം ദന ദീം ദന ഉദനി ദനി ദന ദിരി ദന ഉദനി ദനി ദന ദിരി ദന ദന ദിയന താ ദീം ദൂം ദന ദീം ദന ദീം ദൂം ദന ദീം ദന ദീം ദൂം ദന തനദീം ദന തനദീം ദന തനദീം ദന തനദീം ദന തനദീയന ദിയന തന തനദീം ദന തനദീം ദന തനദീയന ദിയന തന തനദീം ദന തനദീയന താന താന തനദീം ദൂം തന തനദീം തനദീം ദൂം
പ്രദക്ഷിണം ചെയ്തിട്ട് ഈ അരുണാചല ശിവക്ഷേത്രത്തിൻ്റെ മുമ്പിലാണുള്ളത്. വളരെയധികം സമയമെടുത്തുകൊണ്ടാണ് ഇത് ഇവിടെ എത്തിച്ചേർന്നത്. കാരണം എല്ലാ കാഴ്ചകളും കണ്ട് അവിടെ ഇവിടെയൊക്കെ വിശ്രമിച്ച് അങ്ങനെ ഇവിടെ ഈ പൂർത്തീകരിച്ചു. ഈ പൗർണമി നാളിൽ ആ സന്തോഷം നിങ്ങളെ അറിയിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഏതായാലും ഈ മഹനീയ മുഹൂർത്തത്തിൽ ഈ പുണ്യഭൂമിയിൽ എത്തിച്ചേരുവാനും ഈ കാഴ്ച നിങ്ങളെ കാണിക്കുവാനും കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി. വീണ്ടും കാണാം.